ജാതിമതഭേദമന്യേ ആയിരങ്ങൾക്ക് ആശ്രയമാകുന്ന ദേവാലയം. വിശ്വാസികൾ സ്വമേധയാ അനുഷ്ഠിക്കുന്ന നേർച്ചകൾക്ക് വിലക്കില്ലാത്ത ദേവാലയം. ശയനപ്രദക്ഷിണവും ഭജനയിരിക്കലും ചോറൂട്ടും പേരിടിയിലും തുടങ്ങി ഹൈന്ദവാചാരങ്ങളോട് സാമ്യമുള്ള വഴിപാടുകൾ നടത്തുന്ന ദേവാലയം. പറഞ്ഞു വരുന്നത് കിഴക്കിന്റെ ലൂർദിനെ കുറിച്ച്. ആയിരങ്ങൾക്ക് ആശ്രയവും അത്താണിയുമായ ലൂർദ് മാത വാണരുളുന്ന ദേവാലയം. നൂറ്റാണ്ടുകളുടെ ചരിത്ര പെരുമ പുലരുന്ന പള്ളിക്കുന്ന് ലൂർദ് മാത തീർത്ഥാടന കേന്ദ്രം. പള്ളിയിലെ രൂപം മുതൽ വിശ്വാസികളുടെ പ്രാർത്ഥനയുടെ വഴിപാടിന്റെ രീതികളിൽ വരെ മറ്റ് ക്രൈസ്തവ ദേവാലയങ്ങളിൽ നിന്ന് വ്യത്യസ്തത പുലർത്തുന്നുണ്ട് പള്ളിക്കുന്ന് പള്ളി. ഹൈന്ദവ ആചാരങ്ങളോട് ഏറെ സാമ്യമുണ്ട് ഇവിടുത്തെ മിക്ക വഴിപാടുകൾക്കും. അവ ആര് ആരംഭിച്ചുവെന്നോ എങ്ങനെ ആരംഭിച്ചുവെന്നോ വ്യക്തമല്ല. എങ്കിലും വഴിപാടുകളിലൂടെ അമ്മ വിളി കേൾക്കുമെന്ന് അനുഭവങ്ങളിലൂടെ ഉറച്ചു വിശ്വസിക്കുന്നു വിശ്വാസികൾ. ഭജനമിരിക്കൽ, ഇലവലിക്കൽ, ചോറൂട്ട്, ശയനപ്രദക്ഷിണം, മുട്ടിലിഴയൽ, കല്ലു ചുമക്കൽ, അരി, അപ്പം വഴിപാടുകളും തുടങ്ങി അനേകം വഴിപാടുകളാണ് ലൂർദ് മാതാവിനു മുന്നിൽ വിശ്വാസികൾ പ്രാർത്ഥനയായി അർപ്പിക്കുന്നത്. ഏതൊരു വഴിപാടായാലും വിശ്വാസികൾക്ക് അമ്മയ്ക്ക് മുന്നിൽ സമർപ്പിക്കാനാകും. അതിന് പ്രത്യേകിച്ച് നിയമങ്ങളോ നിബന്ധനകളോ ഇല്ല എന്നത് ഈ തീർത്ഥാടന കേന്ദ്രത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. 100-ലധികം വർഷങ്ങൾ പഴക്കമുണ്ട് പള്ളിക്കുന്ന് പള്ളിയിലെ ലൂർദ് മാതാവിന്റെ രൂപത്തിന്. അതിലുമേറെ പഴക്കമുണ്ട് പള്ളിയുടെ ചരിത്രത്തിന്. മൈസൂർ മിഷന്റെ ഭാഗമായി 1907 വയനാട്ടിലെത്തിയ ഫ്രഞ്ച് മിഷണറി ഫാദർ ജെഫ്രീനോയിൽ നിന്ന് ആ കഥ ആരംഭിക്കുന്നു. കുന്നിൻ മുകളിൽ മരക്കൊമ്പുകൾ ചേർത്തുവെച്ച് കുരിശുണ്ടാക്കിയാണ് അദ്ദേഹം ഇവിടെ പ്രാർത്ഥന ആരംഭിച്ചത്. അക്കാലത്ത് പള്ളി പരിസരങ്ങളിൽ കൂടുതലായും താമസിച്ചിരുന്നത് ആദിവാസി വിഭാഗത്തിലെ കുറിച്യ സമുദായാംഗങ്ങളായിരുന്നു. ഫാദർ ജെഫ്രീനോയുടെ മിഷണറി പ്രവർത്തനങ്ങളിൽ ആകർഷിതരായ വലിയൊരു വിഭാഗം കുറിച്യ സമുദായാംഗങ്ങളും ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടു. എങ്കിലും തങ്ങളുടെ പാരമ്പര്യ ആചാരങ്ങളെ അവർ കൈവിട്ടിരുന്നില്ല. അവർ അർപ്പിച്ചു പോന്ന വഴിപാടുകൾ മാതാവിനു മുന്നിലും അതേപടി തുടർന്നുവത്രേ. അങ്ങനെയാണ് ശയനപ്രദക്ഷിണവും ചോറൂണും പേരിടിയിലും തുടങ്ങി ഹൈന്ദവ ആചാരങ്ങളോട് സാമ്യമുള്ള വഴിപാടുകൾ പള്ളിക്കുന്ന് പള്ളിയിലും അനുഷ്ഠിച്ചു പോരുന്നത്. ഫാദർ ജെഫ്രീനോയുടെ സഹോദരി മരിയ ഫ്രാൻസിൽ നിന്നും അയച്ചുകൊടുത്ത തിരുസ്വരൂപമാണ് ആയിരങ്ങൾക്ക് ആശ്രയമായ പള്ളിക്കുന്നിൽ ഇപ്പോഴുമുള്ളത്. എല്ലാ വർഷവും ഫെബ്രുവരി 2 മുതൽ 18 വരെയാണ് കിഴക്കിന്റെ ലൂർദിലും പെരുന്നാൾ ആഘോഷം. ദുഃഖഭാരങ്ങൾ ഇറക്കി വയ്ക്കാനും മാതാവിന്റെ അനുഗ്രഹാശിസുകൾ തേടിയും ആയിരങ്ങൾ എത്തുമ്പോൾ ആഗ്രഹ സഫലീകരണത്തിന് നന്ദി പറഞ്ഞും എണ്ണിയാലൊടുങ്ങാത്ത തീർത്ഥാടകരാണ് പെരുന്നാൾ ദിനങ്ങളിൽ അത്രയും അമ്മയുടെ സന്നിധിയിലെത്താറുള്ളത്. വർഷങ്ങൾ ഓരോന്നും പിന്നിടും തോറും ദേശങ്ങളും അതിരുകളും താണ്ടി പള്ളിക്കുന്നിലെ ലൂർദ് മാതാവിന്റെ പെരുമ കാലാന്തരത്തിൽ വ്യാപിക്കുന്നതും തികഞ്ഞ അത്ഭുതം തന്നെയാണ്.